നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി അറിയാൻ ജ്യോതിഷം നമ്മെ സഹായിക്കാറുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കുംഭം രാശിക്കാരുടെ 2026 6 ജ്യോതിഷ പ്രവചനങ്ങളാണ്. നിങ്ങളുടെ ജന്മരാശി കുംഭമാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് വളരെ നിർണായകമാണ്. 2026 കുംഭം രാശിക്കാരെ സംബന്ധിച്ച് 4 പ്രധാന ഗ്രഹങ്ങളുടെ സഞ്ചാരമാണ് ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. രാഹു നിങ്ങളുടെ സ്വന്തം രാശിയിൽ നിൽക്കുന്ന സമയമാണിത്. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ രാശിയിൽ നിന്ന് 7ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. 7ാം ഭാവം എന്നത് പങ്കാളിത്തത്തെയും വിവാഹ ജീവിതത്തെയും സൂചിപ്പിക്കുന്നു. ശനി ഇപ്പോൾ നിങ്ങളുടെ 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഇത് 7ാം ശനിയുടെ അവസാന ഘട്ടമാണ്. വ്യാഴം 5ാം ഭാവത്തിൽ. ഈ വർഷത്തെ ഏറ്റവും വലിയ അനുഗ്രഹം വ്യാഴം നിങ്ങളുടെ 5ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് 2026 ആദ്യ പകുതി കുടുംബപരമായ കാര്യങ്ങളിൽ വളരെ അനുകൂലമാണ്. 2026 ജൂൺ 2 വരെ ജ്യോതിഷത്തിലെ ഏറ്റവും ശുഭഗ്രഹമായ വ്യാഴം നിങ്ങളുടെ രാശിയുടെ 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ 5ാം ഭാവം എന്നത് സന്താനങ്ങൾ, ബുദ്ധിശക്തി, പൂർവപുണ്യം എന്നിവയെ സൂചിപ്പിക്കുന്ന ഇടമാണ്. വ്യാഴം അവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടാകും. എന്തുകൊണ്ടാണ് ജൂൺ 2 വരെ പ്രാധാന്യമുള്ളതാകുന്നത്? ജൂൺ 2 വരെ 5ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അവിടെ നിന്ന് നിങ്ങളുടെ രാശിയുടെ മറ്റ് 2 പ്രധാന ഭാവങ്ങളിലേക്ക് ശുഭദൃഷ്ടി നൽകുന്നുണ്ട്. വ്യാഴം 9ാം ഭാവത്തെ നോക്കുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുകയും കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. 11ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വഴി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാനും കുടുംബത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിവാഹിതരായ ദമ്പതികൾ ഒരു കുഞ്ഞിനായി കാത്തിരിക്കുകയാണെങ്കിൽ 2026 ജൂൺ 2 മുൻപുള്ള സമയം ഏറ്റവും അനുയോജ്യമാണ്. ഈ കാലയളവിൽ നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കുവാനും അനുകൂല വാർത്തകൾ കേൾക്കുവാനും സാധ്യത വളരെ കൂടുതലാണ്. വ്യാഴത്തിന്റെ ഈ നിൽപ്പ് കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കും. മക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടുവാനും അവരുടെ പഠനത്തിലോ കരിയറിലോ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈ സമയം കാരണമാകും. ചുരുക്കത്തിൽ 2026 തുടക്കം മുതൽ ജൂൺ മാസം വരെ കുംഭം രാശിക്കാർക്ക് കുടുംബപരമായി വളരെയധികം സന്തോഷം നൽകുന്ന കാലമാണ്. 2026 വർഷം കുംഭം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വർഷമായിരിക്കും. ഇതിന് പ്രധാനമായും സഹായിക്കുന്നത് വ്യാഴത്തിന്റെ അനുകൂലമായ ദൃഷ്ടിയാണ്. എന്തുകൊണ്ടാണ് ഈ വർഷം മികച്ചതാകുന്നത്? വ്യാഴം നിങ്ങളുടെ 5ാം ഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ രാശിയുടെ 9ാം ഭാവത്തെ നേരിട്ട് ദൃഷ്ടി ചെയ്യുന്നു. ജ്യോതിഷത്തിൽ 9ാം ഭാവം എന്നത് ഭാഗ്യസ്ഥാനം മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന സ്ഥാനം കൂടിയാണ്. ഡിഗ്രി കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്നവർക്കോ ഈ സമയം സുവർണാവസരമാണ്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുംഭം രാശിക്കാർക്ക് വിസ തടസ്സങ്ങൾ മാറാനും ആഗ്രഹിച്ച രാജ്യത്ത് അഡ്മിഷൻ ലഭിക്കുവാനും ഈ കാലയളവിൽ സാധ്യതയുണ്ട്. വ്യാഴം വിദ്യയുടെയും അറിവിന്റെയും ഗ്രഹമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ലഭിക്കും. മുമ്പ് പഠിക്കാൻ പ്രയാസം തോന്നിയിരുന്ന വിഷയങ്ങൾ പോലും ഈ വർഷം ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്കോ എൻട്രൻസ് പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ചെയ്താൽ മികച്ച റാങ്ക് സ്വന്തമാക്കാം. വ്യാഴത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ പരീക്ഷകളിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയും. പഠനകാര്യങ്ങളിൽ ശരിയായ വഴി കാണിച്ചു തരാൻ നല്ല അധ്യാപകരോ വഴികാട്ടികളോ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. അവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വ്യാഴം നിങ്ങൾക്ക് എല്ലാ ഭാഗ്യങ്ങളും നൽകുന്നുണ്ടെങ്കിലും ശനി 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അലസത ഒഴിവാക്കി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പഠിക്കാൻ ശ്രദ്ധിക്കണം. കഠിനാധ്വാനവും ഭാഗ്യവും ഒത്തുചേരുന്ന വർഷമായതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കുമെന്ന് ഉറപ്പാണ്. 2026 കുംഭം രാശിക്കാരുടെ ചിന്തകളിലും വ്യക്തിബന്ധങ്ങളിലും ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന് പ്രധാന കാരണം നിങ്ങളുടെ 1ാം ഭാവത്തിലുള്ള രാഹുവിന്റെയും 7ാം ഭാവത്തിലുള്ള കേതുവിന്റെയും സാന്നിധ്യമാണ്.
ഓരോ ചെറിയ കാര്യത്തെക്കുറിച്ചും അമിതമായി ആലോചിച്ചു കൂട്ടുന്ന സ്വഭാവം ഈ വർഷം കണ്ടേക്കാം. ഇത് പലപ്പോഴും ഉറക്കമില്ലായ്മയിലേക്കോ മാനസികമായ അസ്വസ്ഥതകളിലേക്കോ നയിക്കും. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുകയോ ഭാവിയിൽ എന്തു സംഭവിക്കും എന്ന ആകുലതയോ നിങ്ങളെ അലട്ടിയേക്കാം. വ്യക്തമായ കാരണങ്ങളില്ലാതെ തന്നെ മനസ്സ് അശാന്തമാകാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ മനസ്സാന്നിധ്യം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. 7ാം ഭാവത്തിലെ കേതുവിന്റെ സാന്നിധ്യം പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ, അതായത് വിവാഹ ജീവിതമോ പ്രണയബന്ധമോ ആവട്ടെ, തെറ്റിദ്ധാരണകൾക്ക് കാരണമാകാം. പങ്കാളിയെ അനാവശ്യമായി സംശയിക്കുന്ന പ്രവണത കണ്ടേക്കാം. പരസ്പരമുള്ള വിശ്വാസം തകരാതെ നോക്കാൻ ഈ വർഷം കൂടുതൽ ശ്രദ്ധിക്കണം. രാഹു 1ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സ്വഭാവത്തിൽ പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും എല്ലാവരോടും കയർത്ത് സംസാരിച്ചേക്കാം. ഇത് നിങ്ങളുടെ ബന്ധങ്ങൾ തകരാൻ കാരണമാകും. സംശയങ്ങൾ മനസ്സിൽ വെക്കാതെ ആശയവിനിമയം നടത്തുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മനസ്സിനെ ശാന്തമാക്കാൻ ദിവസവും കുറച്ചുനേരം ധ്യാനമോ വ്യായാമമോ ചെയ്യുന്നത് ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കും. ഏതൊരു കാര്യത്തിലും പെട്ടെന്ന് പ്രതികരിക്കാതെ അല്പസമയം ആലോചിച്ച ശേഷം മാത്രം സംസാരിക്കാൻ ശ്രമിക്കണം. ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ആരുമായും അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നതാണ് കുംഭം രാശിക്കാർ ഈ വർഷം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. 2026 കുംഭം രാശിക്കാരുടെ ബിസിനസ് മേഖലയിൽ വലിയ സാധ്യതകളും അതോടൊപ്പം തന്നെ ചില മുൻകരുതലുകളും ആവശ്യമാണ്. നിങ്ങളുടെ 7ാം ഭാവത്തിൽ അല്ലെങ്കിൽ പങ്കാളിത്ത സ്ഥാനത്തിൽ കേതു നിൽക്കുന്നതാണ് ഈ മാറ്റങ്ങൾക്ക് പ്രധാന കാരണം. 1ാം ഭാവത്തിലെ രാഹു നിങ്ങളെ പെട്ടെന്ന് വലിയ ലാഭമുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ആകർഷിച്ചേക്കാം. എന്നാൽ ബിസിനസ്സിൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകും. പുതിയ ഒരു സംരംഭം തുടങ്ങുന്നതിന് മുൻപ് അതിന്റെ എല്ലാ വശങ്ങളും കൃത്യമായി പഠിക്കുവാൻ സമയം കണ്ടെത്തണം. കേതു 7ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ആളെ പങ്കാളിയായി ചേർക്കുമ്പോൾ അവരുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തണം. കരാറുകളിലും രേഖകളിലും ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ഈ വർഷം വിജയം ലഭിക്കുന്നത് സാവധാനത്തിലായിരിക്കും. ശനി 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ചയേക്കാൾ സ്ഥിരതയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ക്ഷമയോടെ മുന്നോട്ടു പോവുകയും ചെയ്താൽ വർഷാവസാനത്തോടെ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. സൂര്യന്റെയും വ്യാഴത്തിന്റെയും സ്വാധീനം ഈ വർഷം ഉള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് സമൂഹത്തിൽ വലിയ അംഗീകാരം ലഭിക്കും. മാർക്കറ്റിംഗ്, സെയിൽസ്, സോഷ്യൽ മീഡിയ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആളുകളെ ആകർഷിക്കുവാനും തങ്ങളുടെ ബ്രാൻഡ് വളർത്തുവാനും ഈ സമയം വളരെ അനുകൂലമാണ്. വലിയ നിക്ഷേപങ്ങൾ ഒന്നിച്ച് നടത്തുന്നതിന് പകരം ഘട്ടം ഘട്ടമായി ബിസിനസ് വികസിപ്പിക്കുക. കസ്റ്റമേഴ്സുമായും ബിസിനസ് പങ്കാളികളുമായും നല്ല ബന്ധം പുലർത്താൻ പ്രത്യേകം ശ്രദ്ധ നൽകണം. നിങ്ങളുടെ പെരുമാറ്റമായിരിക്കും ഈ വർഷം നിങ്ങളുടെ ബിസിനസിന്റെ വിജയം നിശ്ചയിക്കുന്നത്. ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ബുദ്ധിപരമായ നീക്കങ്ങളാണ് ഈ വർഷം ആവശ്യം. എടുത്തുചാട്ടം ഒഴിവാക്കി ക്ഷമയോടെ പ്രവർത്തിച്ചാൽ കുംഭം രാശിക്കാർക്ക് ബിസിനസ്സിൽ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന വർഷമാണിത്. 2026 കുംഭം രാശിക്കാരുടെ തൊഴിൽ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവിന്റെ വർഷമായിരിക്കും. കഴിഞ്ഞ കുറെ കാലമായി ജോലിയിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾക്കും കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാത്ത അവസ്ഥയ്ക്കും ഈ വർഷം അവസാനമാകും. ഈ വർഷത്തെ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നത് ജൂൺ മാസത്തിന് ശേഷമാണ്. വ്യാഴം തന്റെ സഞ്ചാരത്തിനിടയിൽ നിങ്ങളുടെ രാശിയുടെ 10ാം ഭാവത്തിലേക്ക് തന്റെ ശുഭദൃഷ്ടി നൽകുന്നു. ജ്യോതിഷത്തിൽ 10ാം ഭാവം എന്നത് കർമ്മസ്ഥാനം അഥവാ തൊഴിൽ കേന്ദ്രമാണ്. ഭാഗ്യഗ്രഹമായ വ്യാഴം തൊഴിൽ സ്ഥാനത്തെ നോക്കുമ്പോൾ ലഭിക്കുന്ന ഗുണഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഈ സമയം സഹായിക്കും. ശമ്പള കാര്യത്തിൽ തടസ്സങ്ങൾ വന്നവർക്ക് അനുകൂലമായ വർധനവ് പ്രതീക്ഷിക്കാം. മികച്ച ഒരു ജോലിക്കായി ദീർഘകാലമായി ശ്രമിക്കുന്നവർക്ക് ജൂണിന് ശേഷം നല്ല അവസരങ്ങൾ തേടിയെത്തും. നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വലിയ കമ്പനികളിലോ സ്ഥാപനങ്ങളിലോ ജോലി ലഭിക്കാൻ ഈ ഗ്രഹനില സഹായിക്കും. നിങ്ങൾ നിലവിലുള്ള ജോലിയിൽ സംതൃപ്തരല്ലെങ്കിൽ മറ്റൊരു മികച്ച കരിയറിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ഈ മാറ്റം നിങ്ങളുടെ ഭാവിക്ക് ഗുണകരമായിരിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും
നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് വലിയ അംഗീകാരം ലഭിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് ജോലി സ്ഥലത്ത് വലിയ വില ലഭിക്കുന്ന സമയമാണിത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഏഴര ശനിയുടെ സ്വാധീനം കാരണം നിങ്ങൾ വലിയ മാനസിക സമ്മർദ്ദവും കരിയറിൽ തിരിച്ചടികളും അനുഭവിച്ചിട്ടുണ്ടാകാം. എത്ര അധ്വാനിച്ചാലും പരാജയപ്പെടുന്ന അവസ്ഥ മാറി ചെയ്ത ജോലികൾക്ക് ഫലം ലഭിച്ചു തുടങ്ങുന്ന കാലമാണ് വരാൻ പോകുന്നത്. 2026 അവസാനമാകുമ്പോഴേക്കും നിങ്ങളുടെ കരിയർ വളരെ സുരക്ഷിതമായ ഒരു നിലയിലെത്തും. വ്യാഴത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിലും ശനി 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അലസത കാണിക്കരുത്. ജോലി സ്ഥലത്തെ സംസാരത്തിൽ മിതത്വം പാലിക്കണം. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭയപ്പെടാതെ മുന്നോട്ട് വരണം. ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും കരിയറിൽ നിങ്ങളെ തുണയ്ക്കുന്ന വർഷമാണിത്. ജൂൺ മാസം വരെയുള്ള സമയം ക്ഷമയോടെ കാത്തിരുന്നാൽ പിന്നീട് വലിയൊരു കുതിച്ചുചാട്ടം തന്നെ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടാകും. 2026 കുംഭം രാശിക്കാരുടെ ചിന്താഗതിയിലും ജീവിത സാഹചര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. ഭൗതികമായ നേട്ടങ്ങൾക്കൊപ്പം തന്നെ ആത്മീയമായ വളർച്ചയും ഈ വർഷം നിങ്ങൾക്കുണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് 2026 വളരെ ശുഭകരമായ വർഷമാണ്. പഠനത്തിനായോ ജോലിക്കായോ വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും. പാസ്പോർട്ട്, വിസ സംബന്ധമായ നൂലാമാലകൾ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങൾ നിലവിൽ വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി പോലുള്ള നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന രേഖകൾ ശരിയാക്കാൻ വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കും. ഈ വർഷം നിങ്ങൾ കൂടുതൽ പക്വതയുള്ളവരായി മാറും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ആത്മീയ യാത്രകൾ നടത്താനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഇത് മനസ്സിന് വലിയ ശാന്തിയും സമാധാനവും നൽകും. ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ വലിയ പാഠങ്ങൾ പഠിക്കും. ലോകത്തെ നോക്കിക്കാണുന്ന രീതിയിൽ മാറ്റം വരികയും ആഴത്തിലുള്ള അറിവ് സമ്പാദിക്കുകയും ചെയ്യും. ശനി നിങ്ങളുടെ 2ാം ഭാവത്തിൽ അഥവാ സംസാരത്തിന്റെ സ്ഥാനത്തിൽ നിൽക്കുന്നതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം. കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായുള്ള ബന്ധം നശിപ്പിക്കാൻ കാരണമാകും. മിതമായി സംസാരിക്കുക എന്നത് ഈ വർഷത്തെ നിങ്ങളുടെ വിജയമന്ത്രമായിരിക്കണം. 1ാം ഭാവത്തിലെ രാഹുവിന്റെ സ്വാധീനം കാരണം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. കൃത്യമായ ഭക്ഷണക്രമം പാലിക്കാനും വ്യായാമം ചെയ്യാനും ശ്രദ്ധിക്കണം. അമിതമായ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ മനസ്സിനെ എപ്പോഴും സന്തോഷകരമായ കാര്യങ്ങളിൽ വ്യാപൃതമാക്കുക. ദൂരയാത്രകൾക്കും ആത്മീയമായ ഉന്നതിക്കും 2026 മികച്ചതാണ്. ഈ വർഷം കൂടുതൽ ഗുണകരമാകാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുന്നതും നീരാഞ്ജനം സമർപ്പിക്കുന്നതും ഏഴര ശനിയുടെ ദോഷങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും. ശനിസ്തോത്രം ജപിക്കുക. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. ഈ സ്തോത്രം ദിവസവും 18 തവണ ജപിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ കാര്യങ്ങൾ അറിയുവാനായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹരി ഓം.